നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമണം. പമ്പളാനി അപ്പഞ്ഞുട്ടി. പമ്പളാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് ആർച്ച് ബിഷപ്പ് പാംബ്ലാനി അമിത്ഷായ്ക്ക് സ്തുതി പാടുന്നുവെന്ന MV ഗോവിന്ദന്റെ വിമർശനത്തിനെതിരെ കത്തോലിക്ക സഭ. പിണറായിയുടെ നികൃഷ്ടജീവി പരാമർശം മറന്നിട്ടില്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ്. ഗോവിന്ദൻ മാഷ് ഗോവിന്ദ ചാമിയെ പോലെ സംസാരിക്കരുതെന്ന് വിമർശനം. ശബരിമലയിൽ അയ്യപ്പ മഹാസംഗമം നടത്താനുള്ള സർക്കാർ നീക്കം ചെറുക്കാൻ BJPയും ഹൈന്ദവ സംഘടനകളും. സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാട് മാറ്റിയോ എന്ന് തുറന്നു പറയണമെന്ന ആവശ്യം. ആക്ടിവിസ്റ്റുകളെ മല കയറ്റാനുള്ള ഗൂഢനീക്കമെന്നും ആരോപണം. സംഗമവുമായി മുന്നോട്ടു പോകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. EP ജയരാജനെതിരെ വൈദേകം റിസോർട്ട് വിഷയം വീണ്ടും ഉന്നയിച്ച P ജയരാജൻ. എഴുതി നൽകിയിട്ടും പരിശോധിച്ചില്ലേ എന്ന് സംസ്ഥാന സമിതിയിൽ ചോദ്യം. പാർട്ടിയുടെ പരിഗണനയിലെന്ന് മറുപടി നൽകി MV ഗോവിന്ദൻ. മദ്യം ഓൺലൈനായി വീട്ടിലെത്തിക്കുന്നതിൽ തർക്കം. ഓൺലൈൻ മദ്യ വിൽപ്പനയെ അനുകൂലിച്ച ബെഫ്കോ MDയെ എതിർത്ത് മന്ത്രി MB രാജേഷ്. മദ്യം വീട്ടിലെത്തിക്കുന്നതിനെ പിന്തുണയ്ക്കാനാവില്ലെന്ന് ഓർത്തഡോക്സ് സഭ. നിമിഷപ്രിയയുടെ വധശിക്ഷ ഉണ്ടാവില്ലെന്ന് സ്ഥിരീകരിച്ച് തലാൽ ആക്ഷൻ കൗൺസിലും. കാന്തപുരം ഇടപെട്ടുള്ള മധ്യസ്ഥ ചർച്ചയിൽ തീരുമാനമായെന്ന് വധശിക്ഷ വേണമെന്ന് വാദിച്ച ജർഹാൻ വിസ്വാബി. കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരന്റെ വാദം തെറ്റെന്നും വെളിപ്പെടുത്തൽ. വിശദമായി നോക്കാം. സർക്കാർ സംഘടിപ്പിക്കുന്ന അഖില ലോക അയ്യപ്പ സംഗമത്തിനെതിരെ BJP. അയ്യപ്പ ഭക്തരുടെ സംഗമം സംഘടിപ്പിക്കാൻ സർക്കാരിനും മന്ത്രിക്കും എന്ത് അവകാശമെന്ന വിമർശനവുമായി BJP നേതാവ് കുമ്മനം രാജശേഖരൻ രംഗത്ത് വന്നു. അയ്യപ്പ സംഗമത്തിന്റെ മറവിൽ വനിതാ ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവരാനാണ് സർക്കാരിന്റെ ശ്രമമെന്നാണ് ആരോപണം. അടുത്ത മാസം പകുതിയോടെ അയ്യപ്പ സംഗമം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും. ശബരിമലയെ ആഗോള ആത്മീയ കേന്ദ്രമായി ഉയർത്തുക, സഹോദര്യത്തിന്റെയും സർവമത സമഭാവനയുടെയും സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക അയ്യപ്പ സംഗമത്തിന് ലക്ഷ്യമെന്ന് സർക്കാർ പറയുന്നു. കന്നിമാസ പൂജയ്ക്ക് സെപ്റ്റംബർ 16 നട തുറന്ന് 21 അടയ്ക്കും. ഈ സമയത്ത് അഖില ലോക അയ്യപ്പ സംഗമം നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ സംശയത്തോടെയാണ് BJP കാണുന്നത്. ശബരിമല പോലെ ഒരു സ്ഥലത്ത് സർക്കാർ എന്തിനു ഇടപെടണം? അവിടെ ഒരു ദേവസ്വം ബോർഡുണ്ട്, സ്വയംഭരണാധികാരമുള്ള ബോർഡാണ്. ആ ബോർഡിന്റെ കാര്യങ്ങളിൽ എന്തിനാണ് ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ, ക്ഷേത്ര ഭരണത്തിൽ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ് ഒരു മന്ത്രി ഇടപെടുന്നത്? ഇതാണ് ഫണ്ടമെന്റലായിട്ട് ചോദ്യം. അയ്യപ്പ സംഗമത്തെ സ്വാഗതം ചെയ്യുന്നവരിലും ശബരിമല സ്ത്രീ പ്രവേശന സമരകാലത്ത് ചെയ്ത തെറ്റുകൾ സർക്കാർ തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട്. എനിക്കൊക്കെ ഇതിനോട് പോസിറ്റീവ് നിലപാടാണ്. പക്ഷെ ക്ലാരിറ്റി ഇതിൽ വേണം. മുഖ്യമന്ത്രിയുടെ സമീപനം എന്താണ്? കഴിഞ്ഞ തവണ കേസ് പിൻവലിക്കുമെന്ന് പറഞ്ഞു, ഇതുവരെ അത് പ്രാക്ടിക്കലി നടപ്പായിട്ടില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വേദനയായി നിൽക്കുന്നുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി അയ്യപ്പ ഭക്തരായ 3000-ഓളം പ്രമുഖരെ കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമം. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും വ്യവസായ പ്രമുഖരും അയ്യപ്പ സംഗമത്തിനെത്തും. വിശ്വാസികളായ പ്രതിനിധികൾ കെട്ടുനിറച്ച് ശബരിമല ക്ഷേത്രവും സന്ദർശിക്കും. യുവതികൾക്ക് പമ്പ വരെ മാത്രമാകും പ്രവേശനം. എന്നാൽ ഇതിന്റെ മറവിൽ വീണ്ടും വനിതാ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ ഗൂഢാലോചന നടത്തുന്നുവെന്നാണ് BJPയുടെ ആരോപണം. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ നിന്നകന്ന ഹൈന്ദവ സമൂഹത്തെ വീണ്ടും ഒപ്പം കൂട്ടാനുള്ള CPMന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് അഖില ലോക അയ്യപ്പ സംഗമം. ഇത് തിരിച്ചറിഞ്ഞാണ് BJPയുടെ എതിർപ്പെന്നും വ്യക്തം. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്തും വോട്ടർ പട്ടിക ക്രമക്കേട് കത്തുന്നു. തൃശൂരിലെ ക്രമക്കേടിൽ കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി. സുരേഷ് ഗോപി വോട്ട് മാറ്റിയത് നിയമവിരുദ്ധമാണ്. സുരേഷ് ഗോപിയുടെ സഹോദരന് ഇരട്ട വോട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും TN പ്രതാപൻ പറഞ്ഞു. സുരേഷ് ഗോപി രാജിവെക്കണമെന്ന് K മുരളീധരൻ ആവശ്യപ്പെട്ടു. വോട്ടർ തുടർച്ചയായി 6 മാസം അതേ റെസിഡൻസിൽ താമസിച്ചു എന്ന് കൊടുത്ത വ്യാജ സത്യവാങ്മൂലം വോട്ട് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നോമിനേഷൻ കൊടുത്തത്.
അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ വോട്ട് അസാധുവാണ്, വ്യാജമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം, വോട്ട് റദ്ദാക്കണം. ഇത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിരുന്നു. പക്ഷെ അന്ന് ആ പരാതി വേണ്ട പോലെ ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ പരിഗണിച്ചിരുന്നില്ല. ഇപ്പോൾ ഞങ്ങളത് ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അതേപോലെ അതോടൊപ്പം തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർക്കും സംസ്ഥാന ഇലക്ഷൻ ഓഫീസർക്കും ഞങ്ങൾ ഇതേ പരാതി തന്നെ നൽകുന്നുണ്ട്. തൃശൂർ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യവുമായി മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നു. സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടെന്നും ശിവൻകുട്ടി ആരോപിച്ചു. മനസ്സിലാക്കേണ്ട ഞാൻ പറഞ്ഞില്ല, 30,000-നും 60,000-നും ഇടയ്ക്കുള്ള വോട്ട് ചേർത്തു എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് അധികമാരാണ് 30,000-നും 60,000-നും എന്റെ വോട്ടേഴ്സിന് വന്നിട്ടുള്ളത്. ചിത്ര വോട്ടേഴ്സിലുള്ള മലബാരവും കള്ളക്കടവും ഇതുവരെ കേരളം കണ്ടി ജനാധിപത്യത്തിന് വലിയൊരു ഭീഷണിയാണ്. അതിലൊരു രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും ഒരു സുതാര്യത കാണിക്കുകയും അത് കൃത്യമായ മറുപടി നൽകുകയും ചെയ്യണം. ഒളിച്ചോടിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഡെമോക്രസിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി. ആ ഡെമോക്രസിയിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നു എന്ന് പുറത്തു വന്നാൽ നമ്മുടെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടും. ഇപ്പം തന്നെ പലരും വോട്ട് ചെയ്യാൻ തന്നെ പോകാത്തൊരു കാലമാണ്. അപ്പോൾ അതൊരു വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു ഫാഷനാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ആ കാലഘട്ടത്തിൽ ഇതൊരു പ്രഹസനമാണ് എന്ന് തോന്നാൻ പാടില്ല. TN ശേഷനെ പോലുള്ള ഇരുന്ന കസേരയിൽ ഇരിക്കുന്നവർ അതിൻ്റെ ഒരു 100-ലെന്നെങ്കിലും മര്യാദ കാണിക്കണം. ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ ആ ആരോപണം ശരിയല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് തെളിയിക്കാനുള്ള പൂർണ്ണമായ ബാധ്യത ഇലക്ഷൻ കമ്മീഷനാണ്. അതേസമയം ആരോപണത്തിൽ മറുപടിയുമായി BJPയും രംഗത്തെത്തി. 11 വോട്ട് കള്ളവോട്ടാണെന്ന് വെച്ചാലും 70,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള സുരേഷ് ഗോപിയുടെ വിജയം ഇല്ലാതാകില്ലല്ലോ എന്നായിരുന്നു വി മുരളീധരന്റെ പ്രതികരണം. ഈ രാജ്യത്ത് ആർക്കും എവിടെയും പോയി താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ ഒരു സ്ഥലത്ത് ഒരാൾ ചെന്ന് താമസിക്കുന്നു. ആ താമസിച്ചതിന് ശേഷം അയാൾ അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നു. ആരാ ഇത് പരിശോധിച്ചത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആരാ? സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ്. കേരള ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മുഴുവൻ പരിശോധിച്ചത്. ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പോൾ അവർ പരിശോധിച്ചതിന് ശേഷം ആർക്കും ആക്ഷേപം ഇല്ലെങ്കിൽ, മാത്രമല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം വോട്ടർ പട്ടിക പരസ്യമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. വോട്ടർ പട്ടിക സ്വകാര്യമായിട്ട് വെക്കുന്നതല്ല. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാർ പറയണമായിരുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ പറയണം, ആർക്കും വേണമെങ്കിൽ പറയാമായിരുന്നു. ഇതാരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെ ഒരു 11 ആളുടെ പേരാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏതോ പത്രങ്ങളിൽ കണ്ടു. 75,000 വോട്ടിന് ജയിച്ച ആൾ ഇനി 11 പേര് കള്ള വോട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ജയം ഇല്ലാതാവില്ലല്ലോ. അപ്പൊ ഈ രാഹുൽ ഗാന്ധിയും സംഘവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആ ശ്രമമാണ് ഇപ്പൊ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലും വോട്ടർ പട്ടികയിൽ ഗുരുതരമായ ക്രമക്കേടെന്ന ആരോപണം. 1320 ഇരട്ട വോട്ടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ബേപ്പൂർ മേഖലയിലെ ഒറ്റ വീട്ടു നമ്പറിൽ 70 വോട്ടുകൾ ചേർത്തിരിക്കുന്നു. നിരവധി വീടുകളിൽ വ്യത്യസ്ത മതവിഭാഗങ്ങളിലുള്ള വോട്ടർമാരാണ് ഒരു കുടുംബമായി കാണിച്ചിരിക്കുന്നത്. സ്ഥലത്തെ രാഷ്ട്രീയ നേതാക്കൾക്കോ ജനങ്ങൾക്കോ അറിയാത്ത അജ്ഞാത വോട്ടർമാരും വോട്ടർ പട്ടികയിലുണ്ട്. രാജ്യമൊട്ടാകെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വലിയ വിവാദമായി ഉയരുമ്പോൾ കോഴിക്കോട് നഗരസഭാ പരിധിയിലെ വോട്ടർ പട്ടികയിലും വലിയ ക്രമക്കേടുകൾ നടന്നതായാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. നമ്മളോടൊപ്പം കോൺഗ്രസിന്റെ കൗൺസിലർമാരുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. എന്താണ് നിങ്ങൾ ആരോപിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ കോഴിക്കോട് നഗരസഭാ പരിധിയിലെ വോട്ടർ പട്ടികയിൽ? ഞങ്ങളിപ്പോൾ ഈ വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഏതാണ്ട് 1320 വോട്ടുകൾ ഡബിൾ എൻട്രി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അത് സംബന്ധിച്ച് ഞങ്ങൾ പരാതിയും കൊടുത്തു. അതായത് ഒരേ ID നമ്പറിലുള്ള ഇരട്ട വോട്ടുകളാണ് ഈ 1321. പിന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്തത് നമ്മൾ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം കണ്ടതാണ്. അതിൽ 0 വീട്ടു നമ്പറിൽ വോട്ടുകളുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ വോട്ടർ പട്ടികയിൽ 0 കെട്ടിട നമ്പറായിട്ടുള്ള വീട്ടിൽ
അതായത് 62/0 എന്നാണ് കെട്ടിട നമ്പർ. ആ കെട്ടിട നമ്പറിൽ 9 വോട്ടുകളാണുള്ളത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടെ അന്വേഷിച്ച് ചെന്നപ്പോൾ ഇത്രയും ആളുകളുടെ വോട്ടുള്ള ആ സ്ഥലത്ത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ആകെ 3 ആളുകളെ താമസിക്കുന്നുള്ളൂ. മറിച്ച് മറ്റൊരു സ്ഥലത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരേ വീട്ടിൽ ഉള്ള വോട്ടുകളുടെ എണ്ണം വലിയ രീതിയിലുള്ള ഒരു ബൾക്ക് വോട്ടാണ് ആ ഒരു വീട്ടിലുള്ളത്. അത് ഇതിൽ നിന്ന് വിഭിന്നമായിട്ട് വെള്ളയിൽ വാർഡിലാണ് കിടക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ വെള്ളയിലാവട്ടെ മൂന്നാലിങ്കലാവട്ടെ വാർഡുകൾ മാറുമ്പോഴും ഇവർ നടത്തുന്ന കൃത്രിമം മാറുന്നില്ല. ഒരേ ആൾക്ക് ഒരേ ബൂത്തിൽ 2 വോട്ടർ ID വോട്ടുകളാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇലക്ഷൻ പ്രൊസീജിയർ ജനങ്ങളോടുള്ള ഒരു കൊഞ്ഞനം കുത്തൽ എന്നുള്ള രീതിയിലാണ് ഈ ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് അവർ ഭരിക്കുന്ന ആളുകൾ ഉപയോഗപ്പെടുത്തുന്നത് അവിടുത്തെ ജീവനക്കാരെയും ഇതിൻ്റെ ചാർജുള്ള ഒഫീഷ്യൽസിനെയുമാണ്. 70 വോട്ട് ഒരേ നമ്പറിലാണ്. ഇത് സ്വാഭാവികമായിട്ടും ഡിലീറ്റ് ചെയ്ത നമ്പറാണ്. നമ്മുടെ നികുതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ട നമ്പറിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊന്നും കണ്ടെത്താൻ പ്രയാസമാണ്. ബേപ്പൂർ പഞ്ചായത്തിലെ പഴയ പഞ്ചായത്തിലെ കോർപ്പറേഷനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട അവിടുത്തെ 7 വാർഡുകളിൽ മാത്രം 1500 വോട്ടുകൾ ഇതേമാതിരി ഡബിളിംഗ് ഉണ്ട്. അതീവ ഗുരുതരമായ ക്രമക്കേടുകൾ വോട്ടർ പട്ടികയിലുണ്ട്. വ്യത്യസ്ത മതവിഭാഗത്തിലുള്ള ആളുകൾ ഒരു വീട്ട് നമ്പറിൻ്റെ കീഴിലുണ്ടാകുന്നു. ഒരേ വീട്ട് നമ്പറിൽ 70-ലധികം ആളുകൾക്ക് വോട്ടുണ്ടാകുന്നു. അങ്ങനെ നിരവധി ക്രമക്കേടുകൾ, ഒരേ വീട്ടിലെ ആളുകൾ തന്നെ പല വീടുകളിലെ അവരുടെ വോട്ടുകൾ വരുന്നു തുടങ്ങിയ ഒരുപാട് ക്രമക്കേടുകളാണ് ഉണ്ടെന്ന് ആരോപണം ഉയർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇതെന്ന് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ആരോപിക്കുന്നു. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇടുക്കിയിലെ ഇരട്ട വോട്ട് ആരോപണം വീണ്ടും ചർച്ചയാക്കുന്നു. MM മണി ആദ്യ തവണ നിയമസഭയിൽ എത്തിയത് ഇരട്ട വോട്ട് നേടിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഉടുമ്പൻചോല മണ്ഡലത്തിൽ മാത്രം 10,000-ഓളം ഇരട്ട വോട്ടർമാരുണ്ടെന്നും ആരോപണമുണ്ട്. 2016-ൽ MM മണി കോൺഗ്രസിലെ സേനാപതി വേണുവിനെ പരാജയപ്പെടുത്തി നിയമസഭയിൽ എത്തിയത് 1109 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു. തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട്ടിൽ വോട്ടുള്ള ഇരട്ട വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിക്കാനായി CPM പ്രവർത്തകർ മണ്ഡലത്തിൽ എത്തിച്ചതായി കോൺഗ്രസ് അന്നേ ആരോപണം ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അവസാന മണിക്കൂറുകളിൽ MM മണിയുടെ നേതൃത്വത്തിൽ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിൽ നിന്നടക്കം തമിഴ്നാട്ടിൽ നിന്നുള്ളവരെ കേരളത്തിലേക്ക് കടത്തിവിടുകയായിരുന്നുവെന്നാണ് ആരോപണം. അന്ന് ഏകദേശം 10,000-ഓളം വോട്ടുകൾ ഈ പറയുന്നത് പോലെ അതിർത്തിയിൽ നിന്നും കൊണ്ടുവന്ന് ആളുകളെ ഇറക്കി ചെക്ക് പോസ്റ്റിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന MM മണി തന്നെ നേരിട്ടാണ് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലും അതേപോലെ തന്നെ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിലും എല്ലാം ഇത്തരത്തിലുള്ള ആളുകളെ കടത്തിവിട്ട് ആളുകൾ വോട്ട് ചെയ്യാനുള്ള അവസരം കൊണ്ടുവന്നു. ഉടുമ്പൻചോല മണ്ഡലത്തിൽ മാത്രം 10,000-ഓളം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നും തമിഴ് തൊഴിലാളികളുള്ള ഇടുക്കിയിലെ മറ്റ് മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടർമാരുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഇത് സംബന്ധിച്ച് നിരവധി തവണ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുകയും ഇരട്ട വോട്ടുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടും നടപടിയുണ്ടായില്ല. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോ അതേപോലെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനോ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ വ്യക്തമാണ്. ഇരട്ട വോട്ട് പദവി ഇവിടെ ആയിരക്കണക്കിന് ആളുകൾക്കുണ്ട്. ആ ഇരട്ട വോട്ട് പദവി കണ്ടെത്തിക്കൊണ്ട് അത് ഒറ്റ ഏകീകൃതമായിട്ടുള്ള വോട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ജനാധിപത്യത്തിൽ നമ്മൾ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടതായി മാറും? ജില്ലയിലെ സ്ഥിരം തോട്ടം തൊഴിലാളികൾക്ക് പുറമെ താൽക്കാലികമായി വന്നു മടങ്ങുന്നവരെയും വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇരു സംസ്ഥാനങ്ങളിലും ഒരേ സമയം വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇരട്ട വോട്ടർമാരെ മഷി മായിച്ച് കേരളത്തിൽ എത്തിക്കുമെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പാർലമെന്റിന്റെ ഇരുസഭകളും സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. പ്രധാനമന്ത്രി വിഷയത്തിൽ മറുപടി പറയണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റ് കവാടത്തിന് മുന്നിലും പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ 124 വയസ്സ് പ്രായമുള്ളതായി ആരോപിക്കപ്പെടുന്ന വോട്ടർ മിൻഡ ദേവിയുടെ പേര് ആലേഖനം ചെയ്ത ടീഷർട്ടുകൾ ധരിച്ചാണ് എംപിമാർ പാർലമെന്റിൽ എത്തിയത്. सर ये ग्रामीण क्षेत्र चाहता है कि SIR पे चर्चा होना चाहिए, इसीलिए SIR पे चर्चा होना जरूरी है. SIR पे पहले
അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നറിയിപ്പുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ചിത്രം ഇനിയും ബാക്കിയുണ്ടെന്നും പോരാട്ടം ഭരണഘടന സംരക്ഷണത്തിന് വേണ്ടിയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. इलेक्शन कमीशन जानता है, हम जानते हैं, पहले सबूत नहीं था, अब क्लियरली सबूत है और हम कॉन्स्टिट्यूशन की रक्षा कर रहे हैं. वन मैन वन वोट कॉन्स्टिट्यूशन का फाउंडेशन है और इलेक्शन कमीशन की ड्यूटी है कि वो वन मैन वन वोट इन्फोर्स करें और उन्होंने नहीं किया है, उन्होंने अपनी ड्यूटी नहीं की है. तो हम सिर्फ कॉन्स्टिट्यूशन को प्रोटेक्ट कर रहे हैं, उसकी रक्षा कर रहे हैं, संविधान की रक्षा कर रहे हैं और हम करते रहेंगे, हम रुकेंगे नहीं. അതിനിടെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം നടന്നു. രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണത്തിൽ വിശദമായ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം. തുടർന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർ പ്രതിഷേധങ്ങൾ ചർച്ച ചെയ്യാൻ AICC സെക്രട്ടറിമാരുടെ യോഗവും ഇന്ന് ഡൽഹിയിൽ ചേരും. അതേസമയം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും സംഘടനകളും നൽകിയ ഹർജികളാണ് പരിഗണിക്കുക. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണവും ഹർജിക്കാർ ഉന്നയിക്കാനാണ് സാധ്യത. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ BJP അനുകൂല പ്രസ്താവനയെ ചൊല്ലി തലശ്ശേരി രൂപതയും CPM-ഉം നേർക്കുനേർ. അവസരവാദി എന്നാണ് ജോസഫ് പാംപ്ലാനിയെ MV ഗോവിന്ദൻ വിശേഷിപ്പിച്ചത്. ഗോവിന്ദൻ മാഷ് ഗോവിന്ദചാമിയെ പോലെ സംസാരിക്കരുതെന്നായിരുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ മറുപടി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ BJPക്ക് എതിരെ പറഞ്ഞ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ നിലപാട് മാറ്റിയിരുന്നു. ജാമ്യം ലഭിച്ചതിൽ BJPക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നന്ദി പറഞ്ഞ പാംപ്ലാനിയുടെ നിലപാടിനെതിരെയാണ് CPM പരസ്യമായി രംഗത്ത് വന്നത്. ചില പിതാക്കന്മാർ RSSന് കുടലൊത്ത് നടത്തുകയാണെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ആരോപിച്ചു. ആദ്യം ഹിറ്റ്ലറെ അനുകൂലിക്കുകയും പിന്നീട് ഹിറ്റ്ലർ ജയിലിൽ അടയ്ക്കുകയും ചെയ്ത പാംറ്റർ നിയോ മുള്ളറോടാണ് പാംപ്ലാനിയെ ഉപമിച്ചത്. കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനം വന്ന ശേഷം ഇന്നും സനോജ് വിമർശനം ആവർത്തിച്ചു. RSSനെ അനുകൂലിക്കുന്ന ചില പുരോഹിതന്മാർക്കുമെതിരായിട്ടും സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വിമർശനം അത് രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനമാണ്. ആ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനത്തെ ആ നിലയിൽ നേരിടാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ടാണ് അവർ ഗോവിന്ദചാമിയോടും ചില പരാമർശങ്ങളെ കുട്ടിക്കളി എന്നെല്ലാം പറഞ്ഞിട്ട് തള്ളുന്നത്. പാംപ്ലാനി അവസരവാദിയാണെന്നും ഇത്രയും ശക്തമായി അവസരവാദം പറയുന്ന മറ്റൊരാളില്ലെന്നുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമണം പമ്പ്ളാനി അപ്പഞ്ഞിട്ടി. പമ്പ്ളാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല, അതുകൊണ്ടാണ്. MV ഗോവിന്ദന്റെ പരാമർശം ഫാസിസ്റ്റ് ശക്തികൾക്ക് സമാനമെന്ന് തലശ്ശേരി രൂപത വിമർശിച്ചു. കോടിയേരിയെ പോലെയുള്ളവർ ഇരുന്ന കസേരയാണെന്ന് ഓർക്കണമെന്നും ഗോവിന്ദൻ മാഷ് ഗോവിന്ദചാമിയെപ്പോലെ സംസാരിക്കരുതെന്നും കത്തോലിക്ക കോൺഗ്രസ് തിരിച്ചടിച്ചു. അതായത് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് CPM എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതിലൊരു മഹത്വമുള്ള പോസ്റ്റുണ്ട്. ആ സ്ഥാനത്തിരിക്കുന്ന ആള് ഗോവിന്ദചാമി പറയുന്ന പോലെ പറയരുതെന്നാണ് ഉദ്ദേശിച്ചത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ BJP അനുകൂല നിലപാടിലേക്ക് മാറിയ ബിഷപ്പുമാർക്കെതിരായ ക്രൈസ്തവ സമൂഹത്തിലെ എതിർപ്പ് കൂടി മുന്നിൽ കണ്ടുള്ള നീക്കമാണ് CPM നടത്തുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, News 18. EP ജയരാജനെതിരെയുള്ള റിസോർട്ട് വിവാദം വീണ്ടും ഉയർത്തി P ജയരാജൻ. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് താൻ എഴുതി നൽകിയ പരാതിയിൽ എന്ത് നടപടിയെടുത്തെന്ന് കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിൽ ജയരാജൻ ചോദിച്ചു. ഇക്കാര്യം പാർട്ടി പരിശോധിച്ചു വരികയാണെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. EP ജയരാജനെ വിടാതെ പിന്തുടരുകയാണ് P ജയരാജൻ. കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെയാണ് റിസോർട്ട് വിവാദം P ജയരാജൻ ആദ്യം ഉന്നയിച്ചത്. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് EP മാറ്റിയതിന് പിന്നാലെ ഇക്കാര്യം വീണ്ടും ഉയർത്തി. തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്യാൻ ചേർന്ന സംസ്ഥാന സമിതിയിലാണ് EPക്കെതിരെ P ജയരാജൻ അന്ന് ആഞ്ഞടിച്ചത്. മുതിർന്ന നേതാവിനെതിരെയുള്ള ആരോപണം എഴുതി നൽകാൻ സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടു. ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതോടെ പാർട്ടിയുമായി EP തെറ്റിനിന്ന അവസരം ഉപയോഗിക്കുകയായിരുന്നു P ജയരാജൻ. MV ഗോവിന്ദന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു P ജയരാജന് നീക്കമെന്നും വിലയിരുത്തലുകളുണ്ടായി. സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടതനുസരിച്ച് P ജയരാജൻ പരാതി എഴുതി നൽകി.
അതിൽ എന്ത് നടപടി ഉണ്ടായെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. പാർട്ടി നേതാക്കൾ ജ്യോത്സ്യന്മാരെ സന്ദർശിക്കുന്നത് എന്തു സന്ദേശമാണ് നൽകുന്നതെന്നും അന്ന് പി ജയരാജൻ ചോദിച്ചിരുന്നു. MV ഗോവിന്ദന്റെ പേരെടുത്തു പറയാതെയായിരുന്നു വിമർശനം. അതിനു പിന്നാലെയായിരുന്നു EP-ക്കെതിരായ പരാതിയിലും നടപടി എന്തായെന്ന ചോദ്യം. റിസോർട്ട് വിവാദത്തിൽ നേരത്തെ EP ജയരാജൻ പാർട്ടിയോട് നിലപാട് വ്യക്തമാക്കിയിരുന്നു. തനിക്ക് റിസോർട്ടിൽ നിക്ഷേപമില്ല, ഭാര്യയുടെ പേരിലുള്ള ഓഹരി മകന് കൈമാറുകയായിരുന്നുവെന്നും EP ജയരാജൻ പാർട്ടിയെ അറിയിച്ചിരുന്നു. വിവാദം അവസാനിച്ചെന്ന് കരുതിയിരിക്കുമ്പോഴാണ് പി ജയരാജൻ ഇത് വീണ്ടും കുത്തിപ്പോക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. ന്യൂസ് 18 പുറത്തുവിട്ട സംവരണ ആനുകൂല്യം തട്ടിയെടുക്കാനുള്ള ജാതിമാറ്റ തട്ടിപ്പിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. സമീപ കാലയളവിലും ജാതിമാറ്റം വ്യാപകമായി നടക്കുന്നതിന്റെ തെളിവുകളാണ് പുറത്തുവന്നത്. സംഭവത്തിൽ ലത്തീൻ സഭയ്ക്കെതിരെയും റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെയും DGPക്ക് നാടാർ സംഘടനകൾ പരാതി നൽകിയിട്ടുണ്ട്. നിയമം ദുരുപയോഗം ചെയ്ത് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ജാതിമാറ്റവും മതം മാറ്റവും നടക്കുന്നതിന്റെ തെളിവുകൾ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയായിരുന്നു പരാതി. ന്യൂസ് 18 ബിഗ് ഇംപാക്ട്. ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസികളായ നാടാർ ജാതിക്കാരും SIUC, RC, ഈഴവ പരിവർത്തിത ക്രൈസ്തവർ എന്നിവരും രൂപത അധികൃതരുടെ ഒത്താശയോടെ ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുന്നുണ്ട്. ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് 4% തൊഴിൽ സംവരണം ലഭിക്കും. സംവരണം കുറവുള്ള ജാതികളിൽ ഉൾപ്പെട്ടവർ ഇത് നേടാൻ വേണ്ടിയാണ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നത്. ക്രീമി ലെയർ പരിധിയിൽ നിന്ന് രക്ഷപ്പെടാനും പലരും ജാതി മാറുന്നു. കഴിഞ്ഞ മാസങ്ങളിലും ഇത്തരത്തിൽ വ്യാപകമായി ജാതി മാറ്റം നടന്നതിന്റെ തെളിവുകളാണിത്. ഹിന്ദു നാടാർ വിഭാഗത്തിലുള്ളവരും മറ്റും ലത്തീൻ സമുദായ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുമ്പോൾ മതം കൂടിയാണ് മാറ്റപ്പെടുന്നത്. സംഭവത്തിൽ VSDP, KNMS, NSF എന്നീ നാടാർ സംഘടനകളാണ് DGPക്ക് പരാതി നൽകിയത്. നെയ്യാറ്റിങ്കര ലത്തീൻ രൂപതാ ബിഷപ്പ് വിൻസെന്റ് സാമുവൽ, മോൻസിഞ്ഞോൻ ക്രിസ്തുദാസ് എന്നിവരും നെയ്യാറ്റിങ്കര, കാട്ടാക്കട, നെടുമങ്ങാട് താലൂക്കുകളിൽ 2010 മുതൽ 2025 വരെ ജോലി ചെയ്തിരുന്ന വില്ലേജ് ഓഫീസർമാരും തഹസിൽദാർമാരും ഉൾപ്പെടുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് DGPക്ക് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. ഉടനെ മൊഴിയെടുത്ത് ബിഷപ്പ് ഹൗസിലുള്ള രേഖകളൊക്കെ കസ്റ്റഡി എടുക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന് ആവശ്യമായ തെളിവുകൾ ഈ ആഴ്ച എടുത്ത ഗസറ്റ് വിജ്ഞാപനം ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ട്. ആയിരക്കണക്കിന് സർട്ടിഫിക്കറ്റുകൾ വ്യാജമായിട്ട് കൊടുത്തു, കാശ് വാങ്ങിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നെയ്യാറ്റിങ്കര ബിഷപ്പ് വിൽസൺ സാമുവൽ, അവിടെ തന്നെ ക്രിസ്തുദാസ്, അവർ രണ്ടുപേരുമാണ് ഈ സർട്ടിഫിക്കറ്റ് ഇട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു 10-20ഓളം വില്ലേജ് ഓഫീസർമാര്, അതുപോലെ തന്നെ തഹസിൽദാരും എല്ലാം ഉൾപ്പെട്ട ഒരു ഗൂഢസംഘമാണ്. അതിനെതിരെയാണ് കേസെടുക്കണമെന്ന് നമ്മുടെ ആവശ്യം. അത് ഉടൻ തന്നെ സിറ്റി കമ്മീഷണർ കൈമാറി. ഇപ്പോൾ തന്നെ സിറ്റി കമ്മീഷണർ കാണാൻ പോകാൻ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി ഇന്ന് അയക്കേ ഉള്ളൂ. DGPക്കുള്ള കൊടുത്ത് ഈ മൊഴി കേസെടുത്തതിന് ശേഷം മുഖ്യമന്ത്രി. ജാതിമാറ്റം നടത്തിയവരുടെ രേഖകൾ ഉൾപ്പെടുത്തിയാണ് പരാതി. അനധികൃത ജാതിമാറ്റം മൂലം ആനുകൂല്യം നഷ്ടപ്പെടുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലുള്ളവർക്കാണ്. അതിനാൽ ലത്തീൻ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ രൂപത നേതൃത്വത്തിന്റെ നടപടിക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. അതേസമയം ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്ത് വന്നിരുന്നു. ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ കൃത്യത ഉറപ്പാക്കേണ്ടതും നടപടിയെടുക്കേണ്ടതും റവന്യൂ ഉദ്യോഗസ്ഥരാണെന്നാണ് വാദം. 1947 മുമ്പ് ലത്തീൻ കത്തോലിക്ക വിശ്വാസം പിന്തുടർന്നു വന്നവരുടെ പിൻതലമുറക്കാർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്നാണ് വ്യവസ്ഥ. എന്നാൽ 2012 സർക്കാർ ഇറക്കിയ നിർദ്ദേശത്തിലെ അവ്യക്തത മറയാക്കിയാണ് ജാതിമാറ്റ തട്ടിപ്പ് നടക്കുന്നത്. ബിഷപ്പുമാർ നൽകുന്ന സമുദായ സർട്ടിഫിക്കറ്റ് സഹായരേഖയായി മാത്രമേ റവന്യൂ അധികൃതർ പരിഗണിക്കാവൂ. എന്നാൽ മിക്കപ്പോഴും റവന്യൂ ഉദ്യോഗസ്ഥർ ബിഷപ്പ് ഹൌസിലെ സർട്ടിഫിക്കറ്റ് മാത്രമാണ് കണക്കിലെടുക്കാറുള്ളത്. സംവരണം ലത്തീൻ സഭയ്ക്കല്ലെന്നും സമുദായത്തിനാണ് എന്നുമാണ് ജാതിമാറ്റത്തിന് എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. 1947 മുമ്പ് മതം മാറിയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കുള്ള ആനുകൂല്യമാണ് ജാതിമാറ്റം വഴി മറ്റുള്ളവർ തട്ടിയെടുക്കുന്നതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സർക്കാർ വിശദമായ അന്വേഷണം നടത്തി അനധികൃതമായി സംവരണ ആനുകൂല്യം നേടിയവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദായത് ശരിയാണെന്ന് സ്ഥിരീകരിച്ച് തലാൽ ആക്ഷൻ കൗൺസിൽ. വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെടുന്ന തലാൽ ആക്ഷൻ കൗൺസിലിൽ പ്രതിനിധി ജർഹാൻ ഷംസാൻ അൽ വിസ്വാബിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. യമനിൽ ചർച്ച നടക്കുന്നില്ലെന്ന് തലാലിന്റെ സഹോദരൻ പറയുന്നത് കള്ളമാണെന്നും കാന്തപുരത്തിന്റെ പ്രതിനിധി സൂഫി പണ്ഡിതനാണ് ചർച്ച നടത്തുന്നതെന്നും സർഹാൻ ഷംസാൻ വ്യക്തമാക്കി. വധശിക്ഷ വേണമെന്നാണ് ആഗ്രഹമെങ്കിലും ചർച്ചയിൽ ധാരണയായി കഴിഞ്ഞെന്നും ഫേസ്ബുക്ക് വീഡിയോയിലൂടെ യമൻ ആക്ടിവിസ്റ്റ് പറഞ്ഞു. വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്ന ആവശ്യം ആവർത്തിച്ച് തലാലിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു.
മാത്രമല്ല, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോ ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ ഓഫീസോ മധ്യസ്ഥതയ്ക്ക് സമീപിച്ചിട്ടില്ലെന്ന് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഖ് മഹദി ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫത്താഖ് മഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വാദങ്ങളെ തള്ളിക്കൊണ്ട് തലാൽ ആക്ഷൻ കൗൺസിൽ സ്പോക്ക് പേഴ്സൺ ആയിരുന്ന യമൻ ആക്ടിവിസ്റ്റ് സർഹാൻ ഷംസാൻ അൽ വിസ്വാബി രംഗത്ത് വന്നത്. മതപണ്ഡിതന്മാരുടെ ഉന്നത ഇടപെടലിലൂടെ വധശിക്ഷ റദ്ദായിട്ടുണ്ടെന്നും നിമിഷപ്രിയയുടെ മോചനത്തിലേക്കുള്ള വഴികൾ തുറക്കുന്നുണ്ടെന്നുമാണ് സർഹാൻ ഷംസാൻ വിസ്വാബി ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നത്. ഫത്താഖ് പുറത്തുവിടുന്ന വിവരങ്ങളും രേഖകളും ആധികാരികമല്ലെന്നും വ്യാജമാണെന്നും അദ്ദേഹം പറയുന്നു. മലയാളം വാർത്തകളും മറ്റും ചിലർ ഫത്താഖ് മഹദിക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുകയും പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്നും സർഹാൻ ആരോപിച്ചു. അതേസമയം ഒരു യമനി എന്ന നിലയിൽ ഖിസാസ് അഥവാ പ്രതികാരക്കൊല നടപ്പിലാക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും സർഹാൻ ഷംസാൻ പറയുന്നു. പക്ഷേ സൂഫി പണ്ഡിതരുടെ ഇടപെടലിലൂടെ അതിനുള്ള സാധ്യത ഇല്ലാതായിരിക്കുന്നുവെന്നും സർഹാൻ ഉറപ്പിച്ചു പറയുന്നു. അതേസമയം കാന്തപുരത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് യമനിലെ സൂഫി പണ്ഡിതർ തലാലിന്റെ പിതാവുമായി നടത്തിയ ചർച്ച വിജയകരമാണെന്നാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കേസിലെ ഇതുവരെയുള്ള നടപടിക്രമങ്ങളിൽ പ്രായാധിക്യമുള്ള പിതാവിന്റെ പവർ ഓഫ് അറ്റോർണിയോടെ കോടതിയിൽ ഇടപെട്ടിരുന്ന ഫത്താഖ് മെഹദി തടസ്സം നിൽക്കുന്നതുകൊണ്ട് നേരിടുന്ന സാങ്കേതിക തടസ്സങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അത് വൈകാതെ തന്നെ മറികടക്കുമെന്നും അറിയുന്നു. ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള ചിലരുടെ ഇടപെടലുകളും സാമ്പത്തിക താൽപര്യങ്ങളുമാണ് ഇപ്പോൾ നേരിടുന്ന തടസ്സങ്ങൾക്കും പിന്നിൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. കേസിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കളെയും ഉടൻ ചോദ്യം ചെയ്യും. റിമാൻഡിലുള്ള റമീസിനായി കസ്റ്റഡി അപേക്ഷയും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. കോതമംഗലത്ത് 23-കാരിയായ TTC വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് ആൺസുഹൃത്ത് റമീസിൽ നിന്നുണ്ടായ കടുത്ത അവഗണനയെ തുടർന്നാണെന്ന നിഗമനത്തിലാണ് പോലീസ്. മതം മാറിയും റമീസിനൊപ്പം ഒരുമിച്ച് ജീവിക്കാൻ തന്നെയായിരുന്നു പെൺകുട്ടിയുടെ തീരുമാനം. എന്നാൽ കഴിഞ്ഞ 1.5 ആഴ്ചക്കിടെ ഇവർക്കിടയിലുണ്ടായ തർക്കങ്ങളും സംശയങ്ങളും റമീസിൽ നിന്ന് നേരിട്ട കടുത്ത അവഗണനയും പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് എത്തിച്ചു. രണ്ടുപേർക്കുമിടയിൽ ഉടലെടുത്ത തർക്കം മൂലം മതം മാറാൻ തയ്യാറല്ലെന്നും പെൺകുട്ടി നിലപാടെടുത്തു. റമീസിന്റെ വീട്ടുകാരുമായും ഇതു സംബന്ധിച്ച തർക്കമുണ്ടായതായി പറയുന്നു. കേസിൽ വിശദമായ അന്വേഷണത്തിനാണ് പോലീസ് തയ്യാറെടുക്കുന്നത്. 10 പേരടങ്ങുന്ന അന്വേഷണ സംഘത്തെയാണ് ഇതിനുവേണ്ടി രൂപീകരിച്ചിട്ടുള്ളത്. റമീസിന്റെ ഫോണും മറ്റു രേഖകളും സംഘം പരിശോധിക്കും. ഇയാളുടെ മാതാപിതാക്കളെയും ഉടൻ ചോദ്യം ചെയ്യും. കേസിൽ അവരെ പ്രതി ചേർക്കണമോ എന്ന കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലും ഇവർക്കെതിരെ പരാമർശങ്ങളുള്ളതിനാൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താനുള്ള സാധ്യതയുമുണ്ട്. നിർബന്ധിച്ച് മതം മാറ്റാനുള്ള ശ്രമം റമീസിന്റെ വീട്ടുകാർ നടത്തിയിരുന്നതായി പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചിരുന്നു. ഈ കാര്യങ്ങളിലും പോലീസ് വിശദമായി അന്വേഷണം നടത്തും. ന്യൂസ് 18 കൊച്ചി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം കാണാം. സകലമാന കേരളം അനുശ്രീ ചേരും. നമസ്കാരം.